നെയ്ച്ചോറുണ്ടാക്കുന്ന അത്ര പണിയേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്നാലോ അതിലേറെ ടേസ്റ്റും വേണം. എന്നാലേ അങ്ങനത്തെ ഒരു റൈസാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. നെയ്ച്ചോറുണ്ടാക്കുന്ന അത്ര പണിയേ ഉള്ളൂ, എന്നാലേ ഇതിന് അതിലേറെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ജീരകശാല റൈസ്, അതല്ലെങ്കിൽ കൈമ റൈസ് എന്നൊക്കെ പറയുമല്ലോ, ആ അരിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. 2.5 കപ്പോളം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ജോക്കർ ഫാസ്റ്റാണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതൊരു 30 മിനിറ്റ് നല്ലപോലെ കഴുകിയതിന് ശേഷം 30 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കണം. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, 1 കുടം വെളുത്തുള്ളിയാണ് കേട്ടോ വേണ്ടത്. അതുകൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 20 അല്ലിയോളം ഉണ്ടാവും ഇത്. ഇനി നമുക്കിതിലേക്ക് 1 ഇഞ്ച് കഷ്ണം ഇഞ്ചിയൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഏലക്കയാണ്. ഒരു 5 ഏലക്ക ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഇനിയും ചേരുവകളുണ്ട്, അതൊരിക്കലും ഇതിലിട്ട് അരക്കരുത്, പ്രത്യേകം പറയാൻ കേട്ടോ. ഈ ഒരു റൈസിനെ ഓയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. നെയ്യൊന്നും ഇതിലേക്ക് എടുക്കരുത്, ഓയിൽ ചെയ്തെടുക്കുന്നതാണ് ടേസ്റ്റ്. ഞാനൊരു 1/2 കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സവാള അതുകൊണ്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഗോൾഡൻ ബ്രൗൺ ആവണം കേട്ടോ. ഈ ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്താണ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നല്ല മൊരിഞ്ഞ് വന്ന ഈ ഉള്ളിയും ഈ പച്ച മസാലയും കൂടെ നന്നായിട്ട് നമ്മൾ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചേരുവയും കൂടെ ഈ സമയത്ത് ചേർക്കണം. അത് വേറെ ഒന്നുമല്ല, പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് നിങ്ങൾ ചേർക്കുന്നതേ ഒന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ നല്ല പോലെ കീറിയാൽ എന്താ വെച്ചാൽ നല്ല എരിവ് അങ്ങോട്ട് കുത്തി കയറും. അത്രയും എരിവ് ഇതിലേക്ക് കയറാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിലാണ് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എനിക്ക് കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ മസാലയൊക്കെ ഇതിലേക്ക് കിടന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരു നല്ല സ്മെല്ല് വരും കേട്ടോ. ആ നല്ല സ്മെല്ല് വരുമ്പോഴാണ് നമ്മൾ പുതിനയില ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3/4 കപ്പോളം ഉണ്ട്. നമ്മൾ 1 കപ്പോളം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ്, 1/4 കപ്പോളം നിങ്ങൾ പുതിനയില എടുക്കണം കേട്ടോ. അത് നല്ല ഫ്രഷ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മളിതെല്ലാം കൂടെ വഴറ്റി നല്ല പോലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. നമ്മൾ ഒഴിച്ച ആ എണ്ണ നല്ല പോലെ തെളിഞ്ഞ് വരുന്ന സമയത്താണ് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 2.5 കപ്പാണ് നമ്മൾ അരി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ല പോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാനിതിൽ ഓരോ സ്റ്റെപ്പും ഓരോ രീതിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെന്താ വെച്ചാൽ, നമ്മൾ ആദ്യം ഉള്ളി ആ ഗോൾഡൻ ബ്രൗൺ ആവുന്നതും, അതുപോലെ തന്നെ ആ സ്മെല്ല് വരുന്ന സമയത്ത് പുതിന ഇടുന്നതും, അതുപോലെ തന്നെ എണ്ണ തെളിയുന്ന സമയത്താണ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. അത് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് വരണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ട് ഇത് കിട്ടുള്ളൂ. അപ്പോൾ 1 വിസിൽ മതി കേട്ടോ. 1 വിസിൽ വന്നതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ വിസിൽ കളയുക. വിസിൽ കളഞ്ഞതിന് ശേഷം ഒന്ന് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ നേരം അടച്ചു വെക്കാം. നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഇങ്ങനെ വിസിൽ പോകുന്നവരെ ഇതിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഇത് കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ചെയ്യുമ്പോഴും അതേ അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനും നല്ല പോലെ നമുക്ക് ആ റൈസ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ആദ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വിളമ്പാൻ നേരത്ത് നല്ല പോലെ ഇളക്കിയിട്ട് നല്ല ചിക്കൻ ഗ്രേവിയുടെ കൂടെ നീക്കി കഴിക്കാം. ബട്ടർ ചിക്കനൊക്കെ അടിപൊളിയാണ് ഇതിലേക്ക്. അതുപോലെ തന്നെ നമ്മൾ കസൂരി മേത്തിയൊക്കെ ചേർത്ത് ചെയ്തെടുക്കുന്ന ചിക്കനൊക്കെ ഇതിലേക്ക് നല്ല ആപ്റ്റാണ്. അതുപോലെ കടായി ചിക്കനും അടിപൊളിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.